ഹലോ ഡിയേഴ്സ്, ഹൗ ആർ യു ഓൾ? നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ ചറ പറന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങിയില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാക്കാന്നും അതിൽ നിന്ന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാന്നും അതിൽ നിന്ന് എങ്ങനെ ആൻസർ പറയാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠിച്ചാൽ തന്നെ മതി, നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെ ഈസി ആയിരിക്കും. നമ്മൾ കൂടുതലും പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുക, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയുക, ഇങ്ങനെ ഒരു രീതിയിലാണല്ലോ നമ്മൾ പോവാറുള്ളത്. സോ നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബിഗിനേഴ്സിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഒന്നും അറിയാത്തവർക്ക് കുറച്ചൊക്കെ സംസാരിക്കാൻ പഠിച്ചാൽ ഒരു കോൺഫിഡൻസ് കൂടുമല്ലോ അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഗ്രാമറിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല, ഗ്രാമർ പഠിച്ചാലേ നമുക്ക് എന്താണ് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസോട് കൂടെ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തെറ്റോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും. ഗ്രാമർ പഠിക്കുമ്പോഴും ഇതേ പേടി വരും കേട്ടോ. ഇവിടെ ഈസാണോ, ഇവിടെ വാസാണോ, ഇവിടെ വേറാണോ യൂസ് ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഈസി സബ്ജക്റ്റ് ആണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലേക്ക് കൊടുക്കുക. എല്ലാവരും ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുക, ഗ്രാമർ ഒന്നും നോക്കിയിട്ടല്ല ആരും സംസാരിക്കുക എന്നൊക്കെ മനസ്സിൽ ആദ്യം ഒരു തോട്ട് കൊടുക്കുക. എന്നിട്ട് കൂടെ ഗ്രാമറും പഠിക്കുക, എന്നിട്ട് സംസാരിക്കുക. അപ്പം എല്ലാം ഉഷാറായിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാവ്, ഹാസ്, ഹാഡ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഹാവ്, ഹാസ് എന്ന് ആദ്യം പറയാം കേട്ടോ. നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാവ്, ഹാസ് രണ്ടും കേട്ടോ. നമ്മൾ മലയാളത്തിലാണെങ്കിലും ഉണ്ട് എന്ന് പറയാൻ, ആർക്കും ഉണ്ട് എന്ന് പറയാനാണെങ്കിലും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? പക്ഷെ ഇംഗ്ലീഷ് ആവുമ്പോൾ കുറച്ച് റൂൾസ് ഒക്കെ എഴുതി വെച്ച കാര്യങ്ങളാണല്ലോ, അപ്പോൾ അത് നമ്മൾ അതുപോലെ പഠിക്കണ്ടേ. സോ ഉണ്ട് എന്ന് പറയാൻ ഹാസും ഹാവും യൂസ് ചെയ്യുന്നുണ്ട്. ഹാവ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഉണ്ട് എന്ന് പറയാൻ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സോ എനിക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിൽ, എനിക്കൊരു ബുക്കുണ്ട് എന്ന് മലയാളത്തിൽ പറയുമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് ഉണ്ട് ഒരു ബുക്ക് എന്ന ഫോമിലാണ് വരിക. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീഡിയോയും കാണുന്നവർക്ക് ഇത് ബോറായി തോന്നണ്ട, കാരണം ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും ഇതിൽ, അവരെ കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇതെന്താ നഴ്സറി ക്ലാസ് ആണോ, നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാണ് എന്നൊന്നും കമൻറ്റ് പറയണ്ട കേട്ടോ. അവരെയും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. സോ നമ്മൾ പറയും ഐ ഹാവ് എ ബുക്ക് എന്ന് പറയും. ഐ ഹാവ് എ ബുക്ക്, ഐ ഹാവ് എ ബുക്ക് എന്ന് പറയൂ അല്ലേ? അപ്പോൾ അവർക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിലോ അവർ എന്നുള്ളതിന് ദേ, ഉണ്ട് എന്ന് പറയാൻ ഹാവ് എ ബുക്ക്, ദേ ഹാവ് എ ബുക്ക് എന്ന് പറയും. ഞങ്ങൾക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിലോ വി ഹാവ് എ ബുക്ക് എന്ന് പറയും. എന്നാൽ കുട്ടികൾക്ക് ബുക്കുണ്ട് എന്നാണെങ്കിലോ ചിൽഡ്രൻ ഹാവ് എ ബുക്ക് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നിനക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിൽ യു ഹാവ് എ ബുക്ക് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ? ഇനി നമ്മൾ അവൾക്കൊരു ബുക്കുണ്ട് എന്നായിരുന്നെങ്കിൽ ഇതിനെ എങ്ങനെ പറയും? അവൾ എന്നുള്ളതിന് ഷീ എന്ന് പറയും. ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ഹാസ് ആണ് യൂസ് ചെയ്യല് കേട്ടോ. ഷീ ഹാസ് എ ബുക്ക് എന്നാ പറയാ. അവൻക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് എ ബുക്ക് എന്നാണ് പറയാ. പിന്നെ കുട്ടിക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിൽ ചൈൽഡ് ഹാസ് എ ബുക്ക് എന്നാ പറയാ. ഒരു പെൺകുട്ടിക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിൽ ഗേൾ ഹാസ് എ ബുക്ക് എന്നാ പറയാ. രമക്കൊരു ബുക്കുണ്ട് എന്നാണെങ്കിൽ നമ്മൾ റാം ഹാസ് എ ബുക്ക് എന്നാണ് പറയാ. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് പറഞ്ഞപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സ്ഥലത്ത് ഞാൻ ഹാവ് ഉണ്ട് എന്ന് പറയാൻ ഹാവും യൂസ് ചെയ്തു, എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ട് എന്ന് പറയാൻ ഹാസുമാണ് യൂസ് ചെയ്തത് അല്ലെ? എന്താ ഇത് കഥ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമുക്ക് നോക്കാം. ഐ, യു, ദേ, വി, അതേപോലെ എല്ലാ പ്ലൂറലിനും ഉണ്ട് എന്ന് പറയാൻ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. നോട്ട് ദ പോയിന്റ്. പിന്നെ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ എല്ലാ സിംഗുലർ നൗണിനും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? യെസ്, വളരെ ഈസിയാണ് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഹി ആണോ ഷീ ആണോ ഒരാളുടെ പേരാണോ, നമുക്ക് ധൈര്യമായിട്ട് അവർക്കുണ്ട് എന്ന് പറയാൻ ഹാസും, എനിക്കുണ്ട്, നിനക്കുണ്ട്, അവർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, നിനക്കുണ്ട് എന്നൊക്കെ പറയാനാണെങ്കിൽ ഹാവുമാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സെന്റൻസ് തന്നെ ഒന്ന് എടുത്ത് നോക്കാം. ഐ ഹാവ് എ ബുക്ക് എന്ന് പറഞ്ഞു അല്ലെ? എനിക്കൊരു ബുക്കുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ എനിക്കൊരു ബുക്കില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ഇതിന് നെഗറ്റീവ് ആക്കാം ആദ്യം അല്ലെ? എനിക്കൊരു ബുക്കില്ല എന്ന് പറയാൻ
അപ്പോൾ സാധാരണ മലയാളത്തിൽ ഒരു കുഴപ്പമില്ല, ഇല്ല എന്ന് പറയാൻ എല്ലായിടത്തും ഇല്ല എന്ന് ഒരു വാക്കേ ഉള്ളൂ അല്ലെ. എന്നാൽ ഇവിടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. നമ്മൾ വിചാരിക്കും ഐ ഹാവ് നോ ബുക്ക് എന്നാണ് പറയാന്ന് അല്ലെ. ഐ ഹാവിന്റെ കൂടെ ഒരു നോ ചേർത്തിട്ട് ഐ ഹാവ് നോ ബുക്ക് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കൂ അല്ലെ. എന്നാൽ അത് തെറ്റാണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയോ? ഐ ഡോണ്ട് ഹാവ് എ ബുക്ക് എന്നാണ് പറയേണ്ടത്. എങ്ങനെയാ പറയേണ്ടത്? ഐ ഡോണ്ട് ഹാവ് എ ബുക്ക്. എനിക്കൊരു ബുക്കില്ല. അപ്പൊ ഉണ്ട് എന്ന് പറയാൻ ഹാവും, ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ അവർക്ക് ബുക്കില്ല എന്ന് പറയാൻ എന്താ പറയാ? ദേ ഡോണ്ട് ഹാവ് ബുക്ക്. ഞങ്ങൾക്ക് ബുക്കില്ല, വി ഡോണ്ട് ഹാവ് ബുക്ക്. നിനക്ക് ബുക്കില്ല, യു ഡോണ്ട് ഹാവ് ബുക്ക്. കുട്ടികൾക്ക് ബുക്കില്ല, ചിൽഡ്രൻ ഡോണ്ട് ഹാവ് ബുക്ക്. ഇങ്ങനെയാണ് പറയാ. അപ്പൊ നമ്മുടെ മറ്റേ കേസ് എടുത്ത് നോക്കിയാലോ? അവൾക്ക് ബുക്കില്ല എന്ന് പറയാൻ നമ്മൾ പറയല് ഷീ ഡസൻ ഹാവ് എ ബുക്ക് എന്നാ പറയേണ്ടത് കേട്ടോ. അവിടെ ഡസൻ ഹാസ് പറയാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡസൻ ഹാവ് എന്നാ പറയാ. ഷീ ഡസൻ ഹാവ് എ ബുക്ക്, ഹി ഡസൻ ഹാവ് എ ബുക്ക്, റാം ഡസൻ ഹാവ് എ ബുക്ക്, child doesn't have a book, girl doesn't have a book. മനസ്സിലായല്ലോ? അപ്പോൾ ഹാസ് എന്നുള്ളതിന്റെ എന്താണ്? ഇല്ല എന്ന് പറയാൻ നമ്മൾ doesn't have എന്നാണ് യൂസ് ചെയ്യുക. ഹാവ് എന്നുള്ളതിന് ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവും, ഹാസ് എന്നുള്ളതിന് ഇല്ല എന്ന് പറയാൻ doesn't ഹാവുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഹാവ് ഇപ്പൊ ചോദിക്കാണ്, നിനക്ക് പേനയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നിനക്ക് പേനയുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾ പറയും ഐ ഹാവ് എ പെൻ എന്ന് പറയുമ്പോൾ ഹാവിനെ അപ്പുറത്തേക്ക് ഇടുക. എനിക്ക് എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിനക്ക് എന്നാക്കാം. അപ്പോൾ ഹാവ് യു എ പെൻ എന്നായിരിക്കും ചോദിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? എന്നാൽ അവിടെയും ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഹാവ് യു എ പെൻ എന്നല്ല ചോദിക്കേണ്ടത്. കറക്റ്റായിട്ട് എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് അറിയോ? നമ്മളപ്പോൾ അത് ആലോചിക്കുക. ഇതിന്റെ നെഗറ്റീവ്, എനിക്ക് പേന ഇല്ല എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഐ ഡോണ്ട് ഹാവ് എന്നാണ് ചോദിച്ചത്. ഐ ഡോണ്ട് ഹാവ് എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓക്സിലറി അവിടെ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഡു എന്ന് പറയുന്ന ഓക്സിലറി ആണ് നമുക്ക് ഇവിടെ ആവശ്യം കേട്ടോ. സോ ഇവിടെ ഹാവ് എന്ന് പറഞ്ഞത് നമ്മൾ മെയിൻ വേർബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഓക്സിലറി ആയിട്ടല്ല. അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ ഉണ്ടല്ലോ, ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ് എന്നൊക്കെ പറഞ്ഞ സെന്റൻസുകളിലെല്ലാം ഹാവ് നമ്മൾ യൂസ് ചെയ്തത് ഒരു മെയിൻ വേർബ് ആയിട്ടാണ്. വേറൊരു വേർബ് അവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? ഐ ഹാവ് കഴിഞ്ഞിട്ട് ഗോന്നോ വെന്റെന്നോ റണ്ണെന്നോ ജമ്പെന്നോ ഏതെങ്കിലും ഒരു വേർബ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു വേർബും ഇല്ലാതാവുമ്പോൾ ഹാവ് നമ്മൾ യൂസ് ചെയ്യല് മെയിൻ വേർബ്, ഒരു മെയിൻ ആണ്. അവിടെ ഹാവ് മെയിൻ ആയിട്ടുള്ള ആളാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഓക്സിലറിനെ പുറത്തേക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ ഓക്സിലറി ഇല്ല. അപ്പൊ നമ്മൾ ഓക്സിലറിയെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് നമ്മൾ എന്താണ് ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് നോക്കുക. അതിനുള്ളിലുണ്ടായിരിക്കും നമ്മുടെ ഓക്സിലറി ട്ടാ. സോ നമ്മൾ ചോദിക്കും ഐ ഡോണ്ട് ഹാവ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഡു യു ഹാവ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഡു യു ഹാവ് എ ബുക്ക് എന്താ ചോദിക്കുക? നിനക്കൊരു ബുക്ക് ഉണ്ടോ? ഡു യു ഹാവ് എ ബുക്ക്. ഇതന്നെ, നിനക്കൊരു ബുക്ക് ഇല്ലേ എന്നാണെങ്കിലോ? യെസ്. ഡോണ്ട് യു ഹാവ് എ ബുക്ക്. നിനക്കൊരു ബുക്ക് ഇല്ലേ എന്നാണെങ്കിൽ ഡോണ്ട് യു ഹാവ് എ ബുക്ക്. ഓക്കെ അല്ലേ? അപ്പോ ഞങ്ങൾക്കൊരു ബുക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, വി ഹാവ് എ ബുക്ക്. അപ്പോഴും നമ്മൾ ചോദിക്കല് നിങ്ങൾക്ക് ബുക്ക് ഉണ്ടോ എന്നല്ലേ. ഞങ്ങൾക്ക് ബുക്ക് ഉണ്ട് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് ഉണ്ടോ എന്നല്ലേ, സെയിം വരും അല്ലെ. ഡു യു ഹാവ് എ ബുക്ക്. നിങ്ങൾക്ക് ബുക്ക് ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ഇല്ലേ എന്ന് ചോദിക്കാനോ? സെയിം ലൈക്ക് ഡോണ്ട് യു ഹാവ് എ ബുക്ക്. നിങ്ങൾക്ക് ബുക്ക് ഇല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ് യു ആണെങ്കിലും ദേ ആണെങ്കിലും ഒക്കെ വരിക കേട്ടോ. ചിൽഡ്രൻ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ്? ഡു യു എന്നുള്ളത് ഡു ചിൽഡ്രൻ ഹാവ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഡു ദേ എന്ന് ചോദിക്കുക. കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറേ, അപ്പൊ അവർക്ക് ബുക്ക് ഉണ്ടോ എന്നാണെങ്കിൽ നമുക്ക് ഡു ദേ ഹാവ് എന്ന് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഷീ വെച്ചിട്ട് തുടങ്ങുന്നത് നോക്കിയാൽ ഷീ ഹാസ് എ ബുക്ക് എന്ന് പറഞ്ഞു അല്ലേ.
ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മളിപ്പോൾ എന്തെഴുതും, ക്വസ്റ്റ്യൻ ചോദിക്കുക ഇവിടെ ഓക്സിലറി ഏതാണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണല്ലേ. ഇവിടെ ഹാസ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ് കേട്ടോ. സോ നമ്മൾ ഇതിന്റെ നെഗറ്റീവ് ആലോചിച്ച് നോക്കുക. ഷീ ഡസിൻ ഹാവ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിലെ ഓക്സിലറി ഒളിഞ്ഞു കിടക്കുന്നത് കണ്ടോ, ഡസ് ആണ് കേട്ടോ. അപ്പൊ ഡസ് ഷീ ഹാവ് എന്നാ പറയാ കേട്ടോ. പിന്നെ ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. ഡസ് വന്നാൽ അതിനുള്ളിൽ ഹാസ് ഉണ്ട് എന്ന് നിങ്ങളൊരു ട്രിക്ക് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ പണ്ട് പഠിച്ചില്ലേ എന്താണ്, ഡു ഡസ്, അതേപോലെ തന്നെ ഇവിടെ കേട്ടോ. ഡു ഡസ് പോലെ തന്നെയാണ് ഹാവ് ഹാസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡു വെച്ചിട്ടും ഡസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പം നിങ്ങൾക്ക് ഇതും കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. സോ നമ്മൾ ചോദിക്കും ഡസ് ഷീ ഹാവ്, പിന്നെ ഹാസ് അല്ലേ യൂസ് ചെയ്യാന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഡസ് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഹാസ് വന്നു, പിന്നെ അവിടെ ഹാവ് ആണ് കേട്ടോ ബാക്കിയുള്ളത്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ നിങ്ങൾ. ഡസ് ഷീ ഹാവ് എ ബുക്ക്, അവൾക്കൊരു ബുക്ക് ഉണ്ടോ? അപ്പൊ അവൾക്കൊരു ബുക്ക് ഇല്ലേ എന്നാണെങ്കിലോ, യെസ് ഡസിൻ ഷീ ഹാവ് എ ബുക്ക്, അവൾക്കൊരു ബുക്ക് ഇല്ലേ. സെയിം ലൈക്ക് അവൻക്കൊരു ബുക്ക് ഉണ്ടോ എന്നാണെങ്കിൽ എങ്ങനെയാണ് വരിക? വെരി ഗുഡ്, ഡസ് ഹി ഹാവ് എ ബുക്ക്. എങ്ങനെയാ വരിക? ഡസ് ഹി ഹാവ് എ ബുക്ക്, ഡസിൻ ഹി ഹാവ് എ ബുക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു കുട്ടിക്കൊരു ബുക്കില്ല എന്ന് പറയുമ്പോൾ കുട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഷീ ആവാം, ചിലപ്പോൾ ഹി ആവാം അല്ലെ. അതെന്താണോ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡസ് ദ ചൈൽഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡസ് ഹി എന്ന് ചോദിക്കാം, ഡസ് ഷീ എന്ന് ചോദിക്കാം. രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ വരാൻ പോകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാ? ഇപ്പോ ഹാവിൻറ്റ് അതായത് ഹാവ് നോട്ട്, ഐ ഹാവ് നോട്ട് എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ടല്ലോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നില്ലേ? ഞാൻ ഐ ഹാവ് നോ എന്നുള്ളത് ആദ്യം പറയാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഐ ഹാവ് എ ബുക്ക് എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഐ ഹാവ് നോ ബുക്ക് എന്നല്ലേന്ന്. അങ്ങനെയല്ല കേട്ടോ, കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നു. ഐ ഡോണ്ട് ഹാവ് എ ബുക്ക് എന്നുള്ളതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഐ ഹാവ് എ ബുക്ക്, അതേപോലെ ഐ ഹാവ് നോ ബുക്ക് എന്ന് പറയുന്നത് അല്ലെ. അതെന്താണെന്നറിയോ അതിന്റെ മീനിങ്? ഐ ഹാവ് നോ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇല്ല എന്ന് പറയില്ലേ നമ്മള്, എനിക്ക് തീരെ ബുക്കില്ല എന്ന് പറയാൻ ഐ ഹാവ് നോ ബുക്ക് എന്ന് പറയാം. എനിക്ക് തീരെ ടൈമില്ല, ഐ ഹാവ് നോ ടൈം എന്ന് പറയാം. എനിക്ക് തീരെ പണമില്ല, ഐ ഹാവ് നോ മണി എന്ന് പറയാം. അവിടെയൊക്കെ നമുക്ക് എന്താണ് ഇല്ല എന്ന് പറയാം, ഹാവ് നോ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ തീരെ ഇല്ല എന്ന് പറയാം ഹാവ് നോ. മറ്റുള്ളിടത്തൊക്കെ എന്താണ് ഡോണ്ട് ഹാവ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോവാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഐ ഹാവ് നോട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഹാവ് നോട്ടിന്റെ ചുരുക്കം ഫോമാണ് ഹാവൻറ്റ് എന്ന് പറയുന്നത്. ഐ ഹാവൻറ്റ് അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിനുള്ള മറുപടി നോക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. ഞാനൊരു സെന്റൻസ് പറയാം. ഐ ഹാവ് റിട്ടൺ ലെറ്റർ ഇൻ ദ ബുക്ക്. നമ്മൾ അവിടെ ബുക്ക് എടുത്തതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ സെന്റൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തത് കേട്ടോ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ഇൻ ദ ബുക്ക്. ഞാൻ, ഇതിന്റെ മീനിങ് എന്താ അറിയോ? ഞാൻ എൻ്റെ ബുക്കില് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. എന്താ വന്നത്? അവിടെയും ഉണ്ട് എന്ന് വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കുണ്ട് എന്നാണോ? അല്ല, എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതി എന്നൊരു വേർബ് വരുന്നുണ്ട് അല്ലെ. എഴുതിയിട്ടുണ്ട്. മറ്റോടത്ത് എന്തെങ്കിലും വേർബ് വന്നിരുന്നോ? ഇല്ല. ഇവിടെ വേർബിനാണ് പ്രധാനം, എനിക്കുണ്ട് എന്നല്ല. എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലെ. സോ ഹാവിന്റെ കൂടെ എപ്പോഴും വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക. അതും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഐ ഹാവ് റൈറ്റ് എന്ന് പറയൂല കേട്ടോ. ഐ ഹാവ് റോട്ട് എന്നും പറയില്ല. ഐ ഹാവ് റിട്ടൺ എന്നേ പറയുള്ളൂ. റൈറ്റ്, റോട്ട്, റിട്ടൺ മൂന്നാമത്തെ ഫോം ഉണ്ടല്ലോ, V3 എന്ന് പറയും ചിലവർ അതിനെ. ആ ഫോമേ നമ്മൾ ഹാവിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ഇൻ ദ ബുക്ക്. ബുക്കിൽ ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങളൊന്ന് നെഗറ്റീവ് ആക്കി നോക്കിയേ. ഞാൻ ലെറ്റർ എഴുതിയിട്ടില്ല. മറ്റിടത്ത് എന്തായിരുന്നു? വെറും ഇല്ലായിരുന്നു. ഇവിടെ എന്താണ്? എഴുതിയിട്ടില്ല എന്നാ പറയുന്നത് അല്ലെ. അത്തരം കേസുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐ ഹാവൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഐ ഹാവ് നോട്ട് അല്ലെങ്കിൽ ഐ ഹാവൻറ്റ് റിട്ടൺ എ ലെറ്റർ ഇൻ ദ ബുക്ക്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നീ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് എന്നാണെങ്കിൽ യു ഹാവ് റിട്ടൺ എ ലെറ്റർ. അപ്പൊ നീ ഒരു ലെറ്റർ എഴുതിയിട്ടില്ല എന്നാണെങ്കിലോ യു ഹാവൻറ്റ് റിട്ടൺ എ ലെറ്റർ. യു ഹാവൻറ്റ് റിട്ടൺ എ ലെറ്റർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവൾ ഒരു ലെറ്റർ എഴുതി എന്നാണെങ്കിൽ എന്താണ് പറയുക? വെരി ഗുഡ്, ഷീ ഹാസ് റിട്ടൺ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഷീ ഹാസ്, നമ്മൾ ഉണ്ട് എന്ന് ഷീന്റെ കൂടെ പറയാൻ ഹാസ് അല്ലേ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. അവൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവൾ ഒരു ലെറ്റർ എഴുതിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ പറയും ഷീ ഹാസിൻറ്റ് റിട്ടൺ എ ലെറ്റർ എന്നാ പറയാം. മറ്റിടത്താണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതൽ. ഇവിടെ എന്താ ഡയറക്റ്റ് ആയിട്ട് ഹാസിൻറ്റ്, ഹാസ് നോട്ട്. ഷീ ഹാസിൻറ്റ് റിട്ടൺ എ ലെറ്റർ. പിന്നെ അവൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അവനൊരു ലെറ്റർ എഴുതിയിട്ടില്ല. ഹി ഹാസിൻറ്റ് റിട്ടൺ എ ലെറ്റർ. മനസ്സിലാവുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ അതായത് സിംഗുലർ ആണെങ്കിൽ ഹാസിൻറ്റ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവിൻറ്റ്, ഐ ആണെങ്കിലും ഹാവിൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അവൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചൂടെ? നീ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിച്ചോക്കാം അല്ലെ. നീ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ എന്നാ ചോദിച്ചത് അല്ലെ. ഫസ്റ്റ് സെന്റൻസ് നോക്കുക. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. നീ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ എന്നാണെങ്കിൽ നമ്മുടെ ഹാവിനെ പുറത്തേക്ക് എടുക്കുക. ഹാവ് യു റിട്ടൺ എന്നാ ചോദിക്കേണ്ടത്. എങ്ങനെയാണ്? ഹാവ് യു റിട്ടൺ എ ലെറ്റർ. നീ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഹാവ് യു റിട്ടൺ എ ലെറ്റർ? യെസ്, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കുക അവർ ലെറ്റർ എഴുതിയിട്ടുണ്ടോ? അപ്പൊ അവർ ലെറ്റർ എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയും. ഹാവ് ദേ റിട്ടൺ എ ലെറ്റർ. അവർ ലെറ്റർ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് ദേ റിട്ടൺ. ഇവിടെ നമ്മൾ വിചാരിക്കും ഇവിടെ മാത്രം എന്താ ഹാവിനെ പുറത്തേക്ക് എടുത്തത് എന്നൊരു ഡൗട്ട് വന്നില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ഹാവ് മെയിൻ വേർബ് ആയിട്ടല്ല യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് വേറൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മെയിൻ വേർബ് അവിടെ നിൽക്കുന്നുണ്ട്, റിട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് നമ്മുടെ ഹാവ് നിൽക്കുന്നത്. ഇപ്പൊ ഹെൽപ്പിംഗ് വേർബിനല്ലേ നമ്മൾ ആദ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സോ ഇപ്പോ അവൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അവൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. അവൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഹാസ് ഷീ റിട്ടൺ എ ലെറ്റർ എന്നാ ചോദിക്കുക. ഹാസ്, ഇവിടെ ഹാസ് അല്ലേ പുറത്തേക്ക് വന്നത്, മറ്റൊരുത്ത് ഹാവ് അല്ലേ വന്നിരുന്നത് എന്നുള്ള ഡൗട്ട് വന്നില്ലേ? എന്താണ് ഡൗട്ട്? ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. പിന്നീട് ഇരുന്ന് ആലോചിക്കേണ്ട, ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഇവിടെ ഹാസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹാസ് ഷീ റിട്ടൺ എ ലെറ്റർ. അവളൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഹാവിൻ്റെ കാര്യത്തിലും ഹാസിൻ്റെ കാര്യത്തിലും തീരുമാനമായി, എല്ലാവർക്കും മനസ്സിലായി. ഇന്ന് നമ്മുടെ ഹാഡും കൂടെ ബാക്കിയുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ പറയാൻ വേറൊരു ക്ലാസ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. കഴിഞ്ഞു പോയത് ഇപ്പം ഇല്ല, ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. കഴിഞ്ഞു പോയത് പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡ്. ഒരു കാര്യം പ്രത്യേകം ആലോചിക്കുക, ഇവിടെ നമ്മൾ സബ്ജക്റ്റിനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡാണ് യൂസ് ചെയ്യേണ്ടത്. ഹൗ, അവിടെയെങ്കിലും രക്ഷപ്പെട്ടു അല്ലേ? യെസ്, അവൾക്ക് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ബുക്ക്. എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബുക്ക്. നിനക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. യു ഹാഡ് എ ബുക്ക്. റാമിനൊരു ബുക്ക് ഉണ്ടായിരുന്നു. റാം ഹാഡ് എ ബുക്ക്. ഞങ്ങൾക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. വി ഹാഡ് എ ബുക്ക്. അവർക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ ബുക്ക്. കണ്ടോ, എല്ലായിടത്തും ഹാഡാ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എഴുതിയിട്ടുണ്ട് എന്ന് പറയാന് നമ്മൾ ഉപയോഗിച്ച പോലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ അപ്പൊ എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ യൂസ് ചെയ്യാ? വെരി ഗുഡ്. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാഡ് റിട്ടൺ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഹാഡ് മനസ്സിലാക്കിയാൽ മതി. ഇവിടെയും എന്താണ്? വേർബിന്റെ തേർഡ് ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. they had written a letter. she had written a letter. ആര് എഴുതിക്കോട്ടെ, നമ്മൾ had written എന്നാണ് യൂസ് ചെയ്യേണ്ടത്.
ഇതേപോലെ തന്നെ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടെയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്, നീ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടാ, നീ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ഫസ്റ്റിലോട്ട് കൊണ്ടുപോയാൽ ഉണ്ടായിരുന്നോ എന്നായിട്ട് മാറും കേട്ടോ. അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഹാഡ് യു റിട്ടൺ എ ലെറ്റർ, ഹാഡ് യു റിട്ടൺ എ ലെറ്റർ, ഹാഡ് ഷീ റിട്ടൺ എ ലെറ്റർ. മനസ്സിലായോ? എല്ലായിടത്തും ഒരുപോലെയാണ് വരിക. നോ മോർ എക്സ്പ്ലനേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവൾക്ക് ഇതും കൂടെ പറയാം അതിൻ്റെ കൂടെ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഇല്ലായിരുന്നു എങ്ങനെയാണ് പറയുക? ഐ ഹാഡ് നോ എന്നാണോ പറയുക? ഐ ഡിഡൻറ്റ് ഹാവ് എന്നാണോ പറയുക? യെസ്, എന്താ സംശയം? ഡിഡിൻ ഹാവ് ആണ് വരേണ്ടത്. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ഐ ഡിഡിൻ ഹാവ് എന്നാണ് പറയുക. നമ്മുടെ ഹാഡിന്റെ നെഗറ്റീവ് എന്തായിരിക്കും? യെസ്, എന്താ വരിക? ഡിഡിൻറ്റ് ഹാവ് എന്നാ വരിക. എന്താണ് ഹാഡിന്റെ ഇല്ലായിരുന്നു എന്ന് പറയാൻ ഐ ഡിഡിൻ ഹാവ് എന്നാ പറയുക. അപ്പം ഐ ഡിഡിൻ ഹാഡ് എന്ന് പറയൂലേ എന്ന് ചോദിക്കൂലേ നിങ്ങൾ? പറയില്ല കേട്ടോ. കാരണം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഡിഡിനെ പുറത്തേക്ക് എടുത്താൽ, ഹാഡിൻ്റെ ഉള്ളിലെ ഡിഡിനെ പുറത്തെടുത്താൽ പിന്നെ ഹാവേ ബാക്കിയുള്ളൂ. അപ്പം എനിക്കൊരു കാർ ഇല്ലായിരുന്നു എന്നാണെങ്കിൽ ഐ ഡിഡൻ ഹാവ് എ കാർ. അവൾക്കൊരു കാർ ഇല്ലായിരുന്നു എന്നാണെങ്കിലോ ഷീ ഡിഡൻ ഹാസ് ആണോ വരിക? അല്ല കേട്ടോ, ഷീ ഡിഡൻ ഹാവ് എ കാർ എന്ന് തന്നെയാണ് വരിക. ഷീ ഡിഡൻ ഹാവ് എ കാർ. പിന്നെ ഞങ്ങൾക്കൊരു കാറില്ലായിരുന്നു, വി ഡിഡൻറ്റ് ഹാവ് എ കാർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ ക്ലാസ് എടുക്കാനുള്ള എനർജി എന്ന് പറയുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.